ഹലോ ഗൈസ്, ഇന്ന് നമ്മളെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സ്ഥലം കണ്ടോ, കുറച്ച് സ്ഥലമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ചെറിയ രീതിയിൽ കുറച്ച് മുളകും അങ്ങനെയുള്ള കുറച്ച് കൃഷി കാര്യങ്ങളായിട്ടൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ചെറിയൊരു ചരിഞ്ഞൊരു പ്രദേശമാണ്, കുറച്ച് സ്ഥലമേ ഉള്ളൂ. എൻ്റെ വീട്ടിൻ്റെ സൈഡിലായിട്ട് വരും. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം കണ്ടോ, ഇത്രയും സ്ഥലമുണ്ട്. ഇത് ചരിഞ്ഞാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് നടേണ്ട പാകത്തിൽ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് മുളകൊക്കെ ഇട്ട് സെറ്റാക്കണം ഇവിടെ. ഇനി കണ്ടോ, ഇത്രത്തോളം ലെവൽ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുണ്ട്, അതിനെയൊക്കെ ഞാൻ ലെവൽ ചെയ്തുകൊണ്ടിരിക്കണം. കണ്ടോ, ഇതേപോലെ ഇങ്ങനെ ചരിഞ്ഞാണ് കിടക്കുന്നത്. അതിനെ എനിക്ക് മുളക് നടേണ്ട പാകത്തിൽ ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയുണ്ട്, പക്ഷെ ഭയങ്കര വെയിൽ, എന്നാലും കുഴപ്പമില്ല. ഞാൻ ഇതെല്ലാം സെറ്റ് ചെയ്ത് എനിക്കിവിടെ മുളക് സെറ്റ് ചെയ്യണം. എന്നിട്ട് മുളക് നട്ടിട്ട് പിന്നെ ബാക്കി കുറച്ച് സാധനമൊക്കെ നടണമെന്നുണ്ട്. അപ്പോൾ സ്പേസ് അനുസരിച്ച് ഞാൻ ഇവിടെ ഓരോന്ന് നടുന്നതാണ്. അപ്പോൾ എൻ്റെ പണിയിലേക്ക് ഞാൻ വീണ്ടും പോവുകയാണ്. ഇനി ഇതിൽ വളം ചേർത്ത്, വളം എന്ന് പറഞ്ഞാൽ നമ്മൾ കോഴിക്കാരം ചേർത്ത് വെട്ടി മണ്ണുമായിട്ട് വെട്ടി ഇളക്കി മിക്സ് ചെയ്ത് സെറ്റ് ചെയ്ത് നടേണ്ട പരിപാടിയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മൾ വളമെല്ലാം ഇട്ടിട്ടുണ്ട്. ആ വളത്തിന് നമ്മൾക്ക് ഇനി അടിയിലോട്ടാക്കണം. കണ്ടോ, ഇനി ഇതേപോലെ മണ്ണ് കൊത്തിക്കളച്ച് ഇങ്ങനെ ആക്കിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ മേളിലാണ് നമ്മൾ പാകി വെച്ചിട്ടുള്ള മുളക് തൈ നടുന്നത്. ഇത് വളം മണ്ണുമായിട്ട് പിടിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമ്മൾ വളവും മണ്ണുമായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. കേട്ടോ, അവിടെ നിന്ന് നമ്മൾ ഇതുവരെയൊക്കെ നമ്മൾ ഉള്ള സ്ഥലത്ത് നമ്മൾ ക്ലിയർ ചെയ്ത് വളവും മണ്ണുമായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ പാകി വെച്ചിട്ടുള്ള മുളക് തൈയിനെ നമ്മളിവിടെ നടേണ്ട പരിപാടിയാണ്. അപ്പോൾ നമുക്ക് ഇത്രയും കൂടെ ബാക്കി കൂടെ മണ്ണൊന്ന് കിളച്ചിട്ടിട്ട് നമുക്കിതിൽ മുളക് തൈ പാവാം. കണ്ടോ, നമ്മൾ പാകി വെച്ചിരുന്ന മുളക് തൈ ഇതാണ് നമ്മളെ മുളക് തൈ. അപ്പോൾ അതിനെയാണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ മുളക് തൈ നട്ടിട്ട് ഏകദേശം ഒരു 6-7 മാസമായി. ഇത് കായ്ക്കേണ്ട ദിവസങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് സ്ഥലം പരിമിതി ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് നടാൻ പറ്റാത്തത്. നന്നായിട്ട് ഇവിടെ വളരും. കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല സൂര്യപ്രകാശവും ബാക്കി കാര്യവും എല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കുള്ള സ്ഥലത്ത് നമുക്ക് ഉള്ളതുപോലെ നമ്മുടെ ഈ മുളക് തൈ നടേണ്ട പരിപാടിയാണ്. അപ്പോൾ നമുക്ക് ഈ മുളക് തൈ നമുക്ക് പാകാം. അപ്പോൾ നമുക്ക് ഈ നട്ട് വെച്ചിട്ടുള്ള ഈ മുളക് തൈ ഉണ്ടല്ലേ, ഈ പാകി വെച്ചിട്ടുള്ള ഈ മുളക് തൈന് നമുക്ക് അവിടെ നിന്ന് നട്ട് വരാം. അതിനൊരു കമ്പ് വേണം. കണ്ടോ, ഈ കമ്പ് എടുത്ത്, കമ്പൊന്നും വേണ്ട, ഞാൻ ചുമ്മാ പറയാം, നമ്മളെ ആവശ്യത്തിനാണ് നമ്മൾ കമ്പ് എടുത്ത്. കണ്ടോ, ഒരു മുളക് തൈ നമ്മളിവിടെ നട്ടിട്ടുണ്ട്. അടുത്ത മുളക് തൈ നമ്മൾ നടാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കണ്ടോ, അകലം വേണം. നമ്മൾ ഒരടി അകലത്തിനാണ് ഇത്രയും മുളക് തൈ നടാനുള്ള പരിപാടി. അപ്പോൾ നമുക്ക് അടുത്ത മുളക് തൈ നമുക്കിവിടെ നടാം. ഏകദേശം ഒരടിയൊക്കെ വരും. നമുക്കിവിടെ നട്ടു കൊടുക്കാം. കണ്ടോ, അടുത്ത മുളക് തൈ നമുക്കിവിടെ നട്ടു കൊടുക്കാം. നമ്മൾ നേരത്തെ മണ്ണും വളമായിട്ട് മിക്സ് ചെയ്തില്ലേ, കണ്ടോ, എല്ലാം നന്നായിട്ട് കിടക്കുന്നുണ്ടോ. ഇങ്ങനെ നട്ടാലേ നമ്മൾ ഇത്രത്തോളം തൈ നട്ടിട്ടുണ്ട്. കണ്ടോ, ഇത്രത്തോളം നമ്മൾ തൈ നട്ടിട്ടുണ്ട്. ഇനി ഇത്രയും തൈയും കൂടെ ഉണ്ട്. നമുക്കിനി ഇത്രയും സ്ഥലത്ത് ഇത്രയും തൈ നടണം. അപ്പോൾ നമുക്ക് തൈ നടാം. നമുക്കുള്ള സ്ഥലത്ത് ഇതേപോലെ ചെറിയ ചെറിയ മുളക്, അതേപോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ വീട്ടിലെ ആവശ്യങ്ങളെല്ലാം നടക്കും. അപ്പോൾ നമുക്കുള്ള മുളകിനെ നമുക്കിത് ഇവിടെ നടാം. അങ്ങനെ നമ്മളെല്ലാം ഉണ്ടായിരുന്ന മുളക് തൈയെല്ലാം ഇവിടെ നട്ടിട്ടുണ്ട്. കണ്ടോ,
ഇത്രയും മുളക് തൈ ഉണ്ടായിരുന്നു. ഇത് ഇത്രയും നമ്മൾ ഇവിടെ ഉള്ള സ്ഥലത്ത് നമ്മൾ മുളക് തൈ എല്ലാം നട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ചെടിയല്ല, ഇവിടെ വാഴച്ചേമ്പ് എന്ന് പറയും. വാഴച്ചേമ്പ് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയണതെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇതിനെ വാഴച്ചേമ്പ് എന്നാണ് പറയുന്നത്. അതിനെ നമുക്ക് ഇതിൻ്റെ ഈ ഉള്ള സ്ഥലത്ത് നമുക്ക് ഇതിനെ നട്ടു കൊടുക്കാം. ഇതിൻ്റെ പേരാണ് വാഴച്ചേമ്പ്. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്താണെങ്കിലും ഇവിടെ വാഴച്ചേമ്പ് എന്നാണ് പറയുന്നത്. ഇത് മതി. അപ്പോൾ നമുക്ക് ഈ വാഴച്ചേമ്പിനെ ഇവിടെ നമ്മൾ ഈ വളമൊക്കെ ഇട്ടിട്ടുള്ള സ്ഥലത്ത് നമുക്ക് നട്ടു കൊടുക്കാം. അങ്ങനെ നമ്മൾ ഉള്ള സ്ഥലത്ത് ഉള്ളതുപോലെ നമ്മൾ ഈ വാഴച്ചേമ്പും ഉണങ്ങിയിട്ടുണ്ട്. ഇത് പൊടിച്ച് കയറും കണ്ടോ, മുളപ്പൊക്കെ ഉണ്ട്. ഇത് പൊടിച്ച് കയറും. വാഴച്ചേമ്പ് നമ്മൾ മുളക് തൈയും എല്ലാം നട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ അവസാനത്തെ ഈ വാഴച്ചേമ്പ് നമുക്ക് ഇവിടെ നടാം. നമ്മുടെ ഈ അവസാനത്തെ ഈ വാഴച്ചേമ്പ് നട്ടിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമ്മുടെ കൃഷി സ്ഥലമാണിത്. പുതിയ കൃഷി സ്ഥലമാണ്. ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.